ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെല്ലി ടോക്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ടോക്ക് റിലേറ്റഡ് അല്ല കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൽ ഇനി മുതൽ ക്രോഷ്യയെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ക്രോഷ്യയെ കുറിച്ചിട്ട് അറിയാൻ വളരെ താല്പര്യം ഉണ്ട് എന്നുള്ള അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരുപാട് പേര് എന്നോട് ഇത് സെയിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ക്രോഷ്യ ഒന്ന് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇനി മുതൽ ഈ ഒരു ചാനലിൽ ക്രോഷ്യയെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ് ആണ് ഇതിൽ ഇനി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ക്രോഷ്യൻ്റെ കുട്ടികളുടെ ഡ്രസ്സും അതുപോലെ തന്നെ അമിഗുരുമിയും പ്രോഡക്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിലാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്ക്രീനിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം. അപ്പം നിങ്ങൾ അതിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വേണ്ടവർക്ക് കുറച്ച് മുന്നേ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടുള്ള, അതായത് കുട്ടികളുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ നിങ്ങൾ പറയണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചൂസ് ചെയ്യാം. അല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ക്രോഷ്യയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് ക്രോഷ്യ ചെയ്യാനും വേണ്ടിയിട്ട് ഇതാ യാണുകളാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പൊ പലതരത്തിലുള്ള യാണുകളുണ്ട്. അപ്പൊ ഇതില് ഇത് വളരെ തിന്നായിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് കുട്ടികളുടെ ഒക്കെ ഓരോ ക്യാപ്പ് അങ്ങനത്തെ പോലെ തന്നെ ഡ്രസ്സൊക്കെ തുന്നിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഇതാണ്. പിന്നെതാ ഈ ഒരു ഞാനിതൊരു വർക്ക് ചെയ്ത് വെച്ചതിന്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഈ ഒരു ത്രെഡ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കുന്നവർ എന്തായാലും ഒരു 10 രൂപയുടെ ത്രെഡ് വാങ്ങിയിട്ട് അതിലാണ് ആദ്യം ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ആദ്യം വേണ്ടത് യാണുകളാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഹുക്സ് വേണം. ഇതിപ്പോ ഫസ്റ്റ് ടൈം ആയിട്ട് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഹുക്സിന്റെ ആവശ്യമില്ല കേട്ടോ. ഇത് 8 mm വരെ വരുന്ന ഹുക്സ് ആണ്. 2 മുതൽ 2ലും താഴെയാണ് ഈ ഒരു ഹുക്കിന്റെ ഇത് വരുന്നത്. അല്ല, ഇത് 2 തന്നെയാണ് കേട്ടോ. രണ്ടിന്റെ ഇതൊന്നും വേണ്ട. അപ്പൊ നമ്മൾ ചെയ്ത് പഠിക്കുന്ന ഒരാൾക്ക് 3 അല്ലെങ്കിൽ 4 ഒരു നോർമൽ ഹുക്ക് മതിയാവും. അപ്പൊ അതിന് ഒരു 8 രൂപയോ അത്ര ഇറങ്ങാനുള്ള ചെറിയൊരു ഹുക്കില് ആദ്യം തുടങ്ങട്ടോ. അതുപോലെ തന്നെ 10 രൂപയുടെ ഒരു യാണ് വെച്ചിട്ട് തുടങ്ങാം. ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോ കാണുന്നവരുണ്ടാവും. അപ്പൊ കാണുന്ന സമയം വെച്ചിട്ട് നമുക്കൊരു ഇൻകം ഈ ഒരു സംഭവം വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്കൊരു ക്രോഷ്യ പഠിക്കാനും വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. 2 ഇതുപോലത്തെ പ്ലാസ്റ്റിക് നീഡിൽസ് വേണം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹുക്സ് വേണം. ഹുക്സ് നിങ്ങൾ എന്തായാലും 10 കുഞ്ഞേതും ആവണ്ട, അതുപോലെ തന്നെ വലിയതിലും പഠിക്കണ്ട. 3ലും 4ലും കൂടെ ആവുമ്പോൾ അങ്ങനെ പഠിച്ചെടുത്താൽ മതി കേട്ടോ. 3, 4 നമുക്ക് കോമൺ ആയിട്ട് ഇത് വരും. 3, 4 പിന്നെ ഈ ഒരു വലിയ ഹുക്സ് ഒക്കെ നമ്മൾ വലിയ പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് ഈ ഒരു 2 ഹുക്സ് തന്നെ ആവും വരിക. പിന്നെ ഇത് സ്റ്റിച്ച് മാർക്കറാണ് കേട്ടോ. നമ്മളിപ്പോ വലിയ പ്രോജക്റ്റും അതുപോലെ തന്നെ ഷൂ കാര്യങ്ങൾ അതുപോലെ തന്നെ 2 കളേഴ്സിലൊക്കെ നമ്മൾ ഉടുപ്പ് തുന്നലോ അല്ലെങ്കിൽ ക്യാപ്പ് തുന്നലോ നമ്മൾ എന്തെങ്കിലും ക്രോഷ്യന്റെ ഒരു വർക്ക് ചെയ്യാനുള്ള സ്റ്റിച്ച് മാർക്കർ എന്തായാലും നമുക്ക് അത്യാവശ്യമാണ്. ഇതെന്തായാലും ഒന്ന് വാങ്ങിക്കുക. പിന്നെ ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ പഠിച്ചെടുക്കാനും വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് മാർക്കറിന് പകരം നമുക്ക് പല കളർ യാണിന്റെ ഓരോ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്യേണ്ടത് അവിടെ ചെയ്യുക. പിന്നെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഈ സ്റ്റിച്ച് മാർക്കറൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് ക്രോഷ്യ നന്നായിട്ടൊന്ന് അടിപൊളിയാക്കി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു സിസർ ഇതും കൂടെ വേണം കേട്ടോ. കത്രിക എന്തായാലും നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ്. ഈ ഒരു നീഡിലും നമുക്ക് ആവശ്യമാണ്. നമുക്ക് എവിടെയെങ്കിലും കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കായിട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ
ഹൈഡ് ചെയ്ത് വെക്കണമല്ലോ നൂലൊക്കെ. അപ്പം അതിനെന്തായാലും ഇങ്ങനത്തെ ഒരു സൂചി അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും വാങ്ങിക്കുക. അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും ക്രോഷ്യ തുടങ്ങുമ്പോൾ ഹുക്കും യാണും മസ്റ്റായിട്ടും വാങ്ങിക്കുക. പിന്നെ ഹുക്കൊക്കെ വാങ്ങുമ്പോൾ ഫസ്റ്റ് ഒരു സ്മോൾ, ഞാൻ പറഞ്ഞില്ലേ ചെറിയ 8 രൂപൻ്റെ അങ്ങനെയൊക്കെ തോതിൽ ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ യാണും ചെറിയ 10 രൂപൻ്റെ യാണ് വരെ നമുക്ക് കിട്ടും. ആ ഒരു യാണിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇതാണ് ബേസിക് ആയിട്ട് ഈ ഒരു ക്രോഷ്യേൻ്റെ വർക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ തുടർന്ന് ഞാനിതിൽ ഓരോ സ്റ്റിച്ചസും ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ സ്റ്റിച്ചസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ക്രോഷ്യയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ക്രോഷ്യയെ കുറിച്ചിട്ട് കൂടുതൽ അറിയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാത്ത കാര്യങ്ങളും കൂടി ആണെങ്കിൽ എനിക്കും കൂടി ഷെയർ ചെയ്യാം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.